ഒരു വയനാടൻ സത്യകഥ. വയനാട്ടിലെ മുട്ടിൽ പഞ്ചായത്തിലുള്ള സത്യരാജന്റെ സംയോജിത കൃഷിയിടത്തിലേക്കാണ് നമ്മൾ കടന്നു ചെന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെക്കാലമായി സത്യരാജൻ കൃഷി തുടർന്നു വരികയാണ്. 2.5 ഏക്കറിലാണ് സത്യരാജന്റെ സംയോജിത കൃഷിത്തോട്ടം വ്യാപിച്ചു കിടക്കുന്നത്. ഈ 2.5 ഏക്കറിൽ മിക്കവാറും എല്ലാ വിളകളും കൃഷി ചെയ്യാൻ സത്യരാജൻ എന്ന കഠിനാധ്വാനി സമയം കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ 10-30 വർഷമായിട്ട് കൃഷി ചെയ്യുന്ന ആളാണ്. എനിക്ക് പശുക്കളുണ്ട്, ആടുകളുണ്ട്, പിന്നെ അരയന്നം, അങ്ങനെയുള്ള എല്ലാ മൃഗാദികളും കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം കാപ്പി, കുരുമുളക്, ഇഞ്ചി, വാഴ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ 2.5 ഏക്കറോളം കൃഷിസ്ഥലമാണ് എനിക്കുള്ളത്. ഞാനതിൽ ജൈവ രീതിയിലാണ് മാക്സിമം ചെയ്യുന്നത്. കാലികളിൽ നിന്ന്, പശുക്കളിൽ നിന്ന് കിട്ടുന്ന വളം ഉപയോഗിച്ചാണ് ഈ നെല്ലും കാപ്പിയും ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഇതിന് വരുന്ന വേസ്റ്റുകൾ നമുക്ക് 2 ബയോഗ്യാസ് ടാങ്ക് ഉണ്ട്. അതിലേക്കാണ് നമ്മൾ ഇതാക്കുന്നത്. അതിന് വരുന്ന സ്ലറിയാണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. പച്ചക്കറി കൃഷിക്ക് നമ്മൾ ഇപ്പോൾ മഴ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ പച്ചക്കറി കൃഷി തുടങ്ങും. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ സ്ലറിയാണ്. അതുകൊണ്ട് അത് നല്ല വളമാണ്. അപ്പോൾ നമുക്കധികം മറ്റേ രാസവളങ്ങളൊന്നും ഉപയോഗിക്കേണ്ടതായ ആവശ്യമില്ല. ഈ കൃഷിത്തോട്ടത്തിലെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നാണ് ഈ ഡയറി ഫാം. ഹോൾസ്റ്റെയിൻ ഫ്രീസിയൻ, ജേഴ്സി, സുനന്ദിനി എന്നിവയെയും കൂടാതെ നാടൻ ഇനങ്ങളിലുള്ള പശുക്കളെയും ഇവിടെ സംരക്ഷിച്ചു വരുന്നു. പശുക്കൾക്കായി കാറ്റും വെളിച്ചവും ആവശ്യാനുസരണം കടന്നു ചെല്ലാൻ പാകത്തിലുള്ള വിശാലമായ ഫാമാണ് ഒരുക്കിയിരിക്കുന്നത്. പശുക്കൾക്ക് നിൽക്കാൻ റബ്ബർ ഷീറ്റ് വിരിച്ചിരിക്കുന്നു. പശുക്കളെ കുളിപ്പിക്കുന്നതിനും തൊഴുത്ത് ശുചിയായി സൂക്ഷിക്കുന്നതിനും പ്രഷർ വാഷറിന്റെ സഹായവുമുണ്ട്. 1 ഏക്കറിൽ തീറ്റപ്പുൽ കൃഷിയുണ്ട്. ഇതുമൂലം തീറ്റ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ കഴിയുന്നതായി സത്യരാജൻ പറയുന്നു. കൃഷിയിൽ എൻ്റെ കുടുംബം മൊത്തം നമ്മളെല്ലാവരും കൂടിയാണ് സംയുക്തമായിട്ടാണ് ഇത് ചെയ്യുന്നത്. കുട്ടികളും എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് നമുക്ക് അധികം പുറമേയുള്ള വർക്കേഴ്സിനെ നമ്മളൊക്കെ അധികം വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ള കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള രീതിയിലാണ് നമ്മൾ എല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ പശുക്കൾ HF ഉണ്ട്, പിന്നെ സുനന്ദിനി വർഗത്തിൽപ്പെട്ട പശുക്കളുണ്ട്, പിന്നെ ജേഴ്സി, അങ്ങനെ നാടൻ പശുക്കളും ഉണ്ട്. ഇതൊക്കെ കൂടി നമ്മളങ്ങനെ 10-60 ലിറ്ററോളം പാല് കറക്കുന്നുണ്ട്. അതിലൊരു 10-20 ലിറ്ററോളം ഇവിടെ നിന്ന് നമ്മൾ സപ്ലൈ ചെയ്യും. ബാക്കിയുള്ള ഇതൊക്കെ നമ്മൾ പിന്നെ മടക്കിമല സൊസൈറ്റിയിലാണ് ആ പാലളക്കുന്നത്. അവരിവിടെ വന്നിട്ട് കളക്ട് ചെയ്ത് പോകുന്ന സിസ്റ്റാണുള്ളത്. മറ്റേ അസോളയൊക്കെ പശുക്കൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അധികം പിന്നെ തീറ്റപ്പുല്ല് 1 ഏക്കറോളം നമ്മൾ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നുണ്ട്. ആ പുല്ലാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ദിവസവും 60 ലിറ്റർ പാൽ ലഭിക്കുന്നു. ഇതിൽ 30 ലിറ്റർ മടക്കിമല സൊസൈറ്റിയിലും ബാക്കി ആവശ്യക്കാർക്ക് ഫാമിൽ നിന്ന് തന്നെ നേരിട്ട് വിതരണം ചെയ്യുകയുമാണ് പതിവ്. ഈ തോട്ടത്തിലെത്തുന്ന സന്ദർശകരെ ആകർഷിക്കുന്ന ഒന്നാണ് ചൈനീസ് ഗൂസ്. ചൈനീസ് ഗൂസിനെ സാധാരണ അലങ്കാരത്തിനായിട്ടാണ് വളർത്തുന്നതെങ്കിലും വിശേഷ അവസരങ്ങളിൽ അപൂർവമായി ഇറച്ചിക്കായും ഉപയോഗിക്കാറുണ്ട്. ചൈനീസ് ഗൂസിന് യഥേഷ്ടം നീരാടാനും തീറ്റ തിന്നുന്നതിനുമൊക്കെയായി വിശാലമായ കുളം ഒരുക്കിയിട്ടുണ്ട്. കുളത്തിൽ അസോള കൃഷിയും ചെയ്തു വരുന്നു. പ്രോട്ടീൻ സമ്പുഷ്ടമായ അസോള പശുക്കൾക്കും കോഴികൾക്കുമൊക്കെ ആവശ്യമുള്ളതിനാലാണ് കുളത്തിൽ തന്നെ ഇത് കൃഷി ചെയ്യുന്നത്. വിളകൾക്കാവശ്യമായ ജലസേചനം നടത്തുന്നതും ഈ കുളത്തിൽ നിന്ന് തന്നെ. സത്യരാജൻ സ്വയം രൂപകൽപ്പന ചെയ്ത കൂട്ടിലാണ് 10ഓളം ആടുകളെ പരിപാലിക്കുന്നത്. ആടുകളെ കൂടാതെ 50ഓളം കോഴികളെയും വളർത്തി വരുമാനം കണ്ടെത്തുന്നു.
6 അടി ഹൈറ്റിൽ പനേൻ്റെ ഇത് വിരിച്ച് അതിൻ്റെ മുകളിലാണ് ആടുകളുള്ളത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ കുറച്ച് പിന്നെ കോഴികളെ വളർത്തുന്നുണ്ട്. ഒരു 10-50ഓളം കോഴികളുണ്ട്. അതൊക്കെ നമ്മൾ സ്വന്തമായിട്ടുള്ള രീതിയിലുള്ള ഇതാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അങ്ങനെ അതിന് ഇൻഡസ്ട്രിയലായിട്ടുള്ള വലിയ ചിലവൊന്നും ചിലവാക്കാതെ നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന, സാധാരണക്കാരന് അഫോർഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് അതുകൊണ്ട് നമുക്ക് അതിന് അധികം കോസ്റ്റ് വരുന്നില്ല. അത് നമുക്ക് നാളേക്കൊരു ഉപകാരപ്പെടും. കാപ്പി, കുരുമുളക്, പേര, കമ്പിളിനാരകം, കറിനാരങ്ങ, ശീമച്ചക്ക തുടങ്ങി നിരവധി വിളകളുടെ ഒരു തോട്ടവും നമുക്കിവിടെ കാണാം. 40-50 കിലോയോളം പച്ചക്കാപ്പിക്കുരു ലഭിക്കുന്നതായി ഇദ്ദേഹം പറയുന്നു. കാപ്പി കൃഷി നമ്മൾ വെച്ചാൽ പുതിയതായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ബെഡ് ചെയ്തിട്ട് നമ്മൾ CO3 അതുപോലെ ഏറ്റവും നല്ല പ്രൊഡക്ഷനുള്ള ചെടികൾ നോക്കി അത് നമ്മൾ ബെഡ് ചെയ്തിട്ട് ഒരു 10 അടി ഹൈറ്റിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് കേടുകൾ കുറയുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഈ സൂര്യപ്രകാശം ശരിക്കും 4 റൗണ്ടിൽ നിന്നും അടിക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അന്ന് പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. നല്ലൊരു 40-50 ഒക്കെ കിലോ വെച്ചിട്ട് ഓരോ ചെടിയിൽ നിന്നും പച്ചക്കാപ്പി നമുക്ക് കിട്ടുന്നുണ്ട്. കൃഷി വകുപ്പ് എന്നുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അവർ വന്ന് അവരെ എല്ലാ കൃഷികളും സന്ദർശിച്ച് നമുക്ക് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തക്കതായ സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പിന്നെ നമുക്ക് ജൈവകൃതം എന്ന് പറഞ്ഞൊരു ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി നമുക്കൊരു ആവേശമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കൃഷി വകുപ്പിൽ നിന്ന് 2 പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു സംവത്സര കൃഷിനുള്ള അവാർഡും പിന്നെ വാർഡ് തലത്തിലുള്ള അവാർഡും ഒക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കൃഷി തന്നെ ആയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ താല്പര്യം. പ്രകൃതിക്ഷോഭങ്ങൾ മൂലം ഉണ്ടാകുന്ന കൃഷിനാശം വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ പതിവ് കാഴ്ചയാണ്. ഒരു വിളയിലുണ്ടാകുന്ന നഷ്ടം മറ്റൊരു വിളയിൽ നിന്നോ വളർത്തുമൃഗങ്ങളിൽ നിന്നോ നികത്താനായാൽ കർഷകന് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനാകും. ഈ തത്വം മനസ്സിലാക്കി സംയോജിത കൃഷിത്തോട്ടമൊരുക്കി തൻ്റെ കാർഷിക വൃത്തിയിൽ മുന്നേറുന്ന സത്യരാജനും കുടുംബത്തിനും നൂറുമേനിയുടെ ആശംസകൾ. സത്യരാജനുമായി കൃഷിവിശേഷങ്ങൾ സംസാരിക്കാം. ഫോൺ നമ്പർ 9447325895.